എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നവരാത്രിയാണ്. അപ്പം നവരാത്രിക്ക് ഞാൻ വീട്ടിൽ എങ്ങനെയാണ് ഒരുക്കിയതെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ രാത്രി തന്നെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ പീഠത്തിൽ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ വെളുപ്പിനെ അപ്പോൾ കുറേ കൂടെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഒരുക്കുന്നതാണ് ഈ കാണുന്നത്. ഞാനീ ചെയ്യുന്ന എത്രത്തോളം കറക്റ്റാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ നമ്മളത് ചെയ്യുകയാണ്. നമ്മുടെ ഈ വെള്ളച്ചരട് മേടിക്കാൻ കിട്ടുമല്ലോ, അതിനകത്ത് മഞ്ഞളും കുങ്കുമവും കൂടെ മിക്സ് ചെയ്തൊരു നൂലാണ് നമ്മൾ ഈ മൊന്തയിൽ, കോപ്പറിൻ്റെ മൊന്തയ്ക്കകത്ത് കെട്ടി വയ്ക്കുന്നത്. ഇത് നമ്മൾ കലശം ഒരുക്കുന്നതാണ്. അതിനുശേഷം ഞാൻ അതിനകത്ത് ചന്ദനവും കുങ്കുമവും കൊണ്ട് കുറിയൊക്കെ ഇട്ട് ഒരുക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഉണക്ക മഞ്ഞളിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് ഒരു കോയിൻ ഇട്ട് കൊടുക്കുക. പിന്നെ കുങ്കുമം, മഞ്ഞൾ, ഭസ്മം ഇത്രയും ഇട്ടിട്ട് നമ്മൾ മാവില കൊണ്ട് അലങ്കരിച്ച് കൊടുക്കണം. ഒരു 9 മാവിലയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനകത്തോട്ടൊരു തേങ്ങ വെച്ച് നമ്മൾ കലശം റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയിലും ചന്ദനവും കുങ്കുമവും കൊണ്ട് കുറിയൊക്കെ ഇട്ട് നമ്മളത് ഉണക്ക നെല്ലിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മളിനി നവരാത്രി കഴിയുമ്പോഴേ ഇത് അവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അതുവരെ അതങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് കത്തിക്കാനുള്ള വിളക്ക് വെച്ച് കൊടുക്കുക. വെറ്റയും പാക്കും വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ദേവിക്ക് ഒരുങ്ങുന്നതിനുള്ള സങ്കല്പിച്ച് നമ്മൾ സിന്ദൂരം, കൺമഷി, പൊട്ട്, വള, കണ്ണാടി ഇതെല്ലാം വെച്ച് കൊടുക്കണം. ഇനി പൂവെല്ലാം കൊണ്ട് നമ്മൾ ആ പീഠവും അവിടെ എല്ലാം അലങ്കരിച്ച് കൊടുക്കണം. ഞാനിത് 2ാം തവണയാണ് വീട്ടിൽ നവമിയുടെ കാര്യങ്ങളെല്ലാം ഒരുക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പം എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തായാലും തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അറിയാവുന്നവരതൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ നമ്മൾ 9 ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് നെയ്ക്കകത്താണ്. നെയ്വിളക്കാണ് കത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുക്കങ്ങൾ. നോർത്ത് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലോട്ട് നവരാത്രി വലിയ ആഘോഷമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ നമുക്ക് വിജയദശമി പൂജ വെപ്പ്, ബുക്കൊക്കെ പൂജ വയ്ക്കുന്ന, പിന്നെ വിജയദശമിക്ക് ബുക്ക് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ നമുക്കറിയാവുള്ളൂ. നോർത്ത് ഇന്ത്യയിലോട്ട് പക്ഷേ നമ്മൾ തിരുവോണമൊക്കെ ആഘോഷിക്കുമല്ലോ, അതേപോലെ 1ാം ഓണം തൊട്ട് 10ാം ഓണം വരെ നമ്മൾ എല്ലാ ദിവസവും അത്തമിടുകയും അങ്ങനൊരു തിരുവോണത്തെ നമ്മൾ വരവേറ്റിരിക്കത്തില്ലേ, അതേപോലാണ് മഹാനവമി ആഘോഷിക്കുന്നത്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും പഴവും
പാലുമാണ് റെഡിയാക്കിയത്. രാവിലെ അതിൻ്റെ എല്ലാം തിരക്കിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് പണിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കാൻ ടൈമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.